സർക്കാരിനെതിരെ നിയമ സേവന അതോറിറ്റി ഹൈക്കോടതിയിൽ. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി നിയമ സേവന അതോറിറ്റി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. റാഗിംഗ് സെല്ലുകൾ രൂപീകരിക്കാൻ സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ് ചേരുകയാണ്. ഷബ്ന, പല കേസുകളിലും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ട വിധത്തിൽ റാഗിങ്ങിനെതിരായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു. നമുക്ക് മുന്നിലെത്തിയ പല കേസുകളിലും അത്തരത്തിലുള്ള ഒരു വിമർശനം തന്നെയാണ് അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയായാലും സർക്കാരിനെതിരെയായാലും ഉയർന്നത്. അതേ കാര്യം ഇപ്പോൾ നിയമ സേവന അതോറിറ്റി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എന്തൊക്കെ വിമർശനങ്ങളാണ് അവർ ഉയർത്തിയിരിക്കുന്നത്? എന്തൊക്കെ ആവശ്യങ്ങൾ ഹൈക്കോടതിക്ക് മുന്നിൽ അവർ വച്ചിരിക്കുകയാണ്? ലക്ഷ്മി, സർക്കാരിനെതിരെ കെൽസയാണ് ഹൈക്കോടതിയിൽ ഇത്തരം ഒരു ഹർജിയുമായി എത്തിയത്. പൊതുതാൽപര്യ ഹർജിയാണ് കെൽസ, അതായത് നിയമ സേവന അതോറിറ്റി ഹൈക്കോടതിയിൽ നൽകിയത്. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ല എന്ന കുറ്റപ്പെടുത്തലാണ് കെൽസ നടത്തിയിട്ടുള്ളത്. റാഗിംഗ് സെല്ലുകൾ രൂപീകരിക്കാൻ എടുത്ത നടപടികൾ സർക്കാർ അറിയിക്കണം എന്നും നിർദ്ദേശിക്കണം എന്നുമാണ് കെൽസയുടെ ആവശ്യം. എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നറിയിക്കണം. സംസ്ഥാന ജില്ലാതല റാഗിംഗ് വിരുദ്ധ മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിക്കണം. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡുകൾ രൂപീകരിക്കണം തുടങ്ങിയ ആവശ്യമാണ് കെൽസ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പ്രത്യേക ബെഞ്ചുകൾ, അതായത് ഈ റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത റാഗിംഗ് കേസുകളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി. ഈ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് ഇനി മുതൽ ഈ റാഗിംഗ് കേസുകൾ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.